ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതിഷ തീർത്ഥം യൂട്യൂബ് ചാനലിലേക്ക് ജ്യോതിഷത്തിൽ വിശ്വാസവും താല്പര്യമുള്ള എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. 2026 മെയ് മാസത്തിൽ ധനുക്കൂറിൽ ഉൾപ്പെട്ടവർക്ക് അനുഭവിക്കാനിടയുള്ള ചാരഫലം എങ്ങനെയാണെന്ന് പരിശോധിക്കാം. മൂലം, പോരാടം, ഉത്രാടം, കാലം എന്നീ നക്ഷത്രങ്ങളാണ് ധനുക്കൂറിൽ ഉൾപ്പെടുന്നത്. ആദ്യമായി ഗ്രഹസ്ഥിതി പരിശോധിക്കാം. സൂര്യൻ 14-ാം തീയതി വരെ മേടൻ രാശിയിലും അതിനുശേഷം ഇടവൻ രാശിയിലും സ്ഥിതി ചെയ്യുന്നു. ചൊവ്വ 11-ാം തീയതി വരെ മീനൻ രാശിയിലും അതിനുശേഷം മേടൻ രാശിയിലും സ്ഥിതി ചെയ്യുന്നു. ബുധൻ 15-ാം തീയതി വരെ മേടൻ രാശിയിലും അതിനുശേഷം ഇടവൻ രാശിയിലും സ്ഥിതി ചെയ്യുന്നു. വ്യാഴം മിഥുനം രാശിയിൽ സ്ഥിതി ചെയ്യുന്നു. ശുക്രൻ 14-ാം തീയതി വരെ ഇടവൻ രാശിയിലും അതിനുശേഷം മിഥുനൻ രാശിയിലും സ്ഥിതി ചെയ്യുന്നു. ശനി മീനൻ രാശിയിലും രാഹു കുംഭൻ രാശിയിലും കേതു ചിങ്ങൻ രാശിയിലും സ്ഥിതി ചെയ്യുന്നു. ഇതാണ് പ്രധാന ഗ്രഹസ്ഥിതി. ധനുക്കൂറുകാരെ സംബന്ധിച്ച് മെയ് മാസത്തിൽ ഗുണദോഷ സമ്മിശ്രിത ഫലങ്ങളാണ് ഗ്രഹങ്ങളുടെ ചാരഫലം കൊണ്ട് അനുഭവപ്പെടുക. മാസത്തിന്റെ ആദ്യ പകുതി സൂര്യന്റെ ഫലം അനുകൂലമല്ലെങ്കിലും രണ്ടാമത്തെ പകുതിയിൽ സൂര്യന്റെ ഫലം വളരെ അനുകൂലമാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ പകുതിയിൽ ബുധന്റെ ചാരഫലവും ഈ കൂറുകാർക്ക് അനുകൂലമാണ്. വ്യാഴത്തിന്റെ 7-ാം ഭാവത്തിലെ സ്ഥിതി തികച്ചും അനുകൂല ഫലങ്ങളാണ് ഈ മാസത്തിലുടനീളം നൽകുന്നത്. രാഹുവിന്റെ 3-ാം ഭാവത്തിലെ സ്ഥിതിയും അനുകൂലമാണ്. മറ്റ് ഗ്രഹങ്ങളുടെ സ്ഥിതികളൊക്കെ കുറച്ച് ദോഷഫലങ്ങളാണ് നൽകുന്നത്. ഇത് വിശദമായി പരിശോധിക്കാം. സൂര്യൻ 5-ാം ഭാവത്തിലാണ് 14-ാം തീയതി വരെ ഈ കൂറുകാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ശത്രുക്കളെ കൊണ്ടുള്ള ഉപദ്രവവും അതുപോലെ രോഗങ്ങളുടെ ബുദ്ധിമുട്ടും ഇവർക്ക് അനുഭവപ്പെടും. അസൂയാലുക്കളായ ആളുകളുടെ ഉപദ്രവവും അതുപോലെ രോഗത്തെ കൊണ്ടുള്ള ഉപദ്രവവും 15 മുതൽ സൂര്യന്റെ 6-ാം ഭാവത്തിലെ സ്ഥിതി മൂലം ഇല്ലാതാകും. തികച്ചും വ്യത്യസ്ത ഫലങ്ങളാണ് സൂര്യൻ ആദ്യ പകുതിയിലും അവസാന പകുതിയിലും നൽകുന്നത്. ആദ്യ പകുതിയിൽ നൽകുന്ന ദോഷങ്ങളൊക്കെ തീർത്തും ഇല്ലാതാക്കുന്നതാണ് അവസാന പകുതിയിലെ ഫലങ്ങൾ. ചൊവ്വ 11-ാം തീയതി വരെ ഈ കൂറുകാർക്ക് 4-ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ദുർജന സംസർഗം മൂലം ജീവിതത്തിൽ ചില ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അതുപോലെ ഉദരരോഗവും രക്തസ്രാവവും ഒക്കെ ഉണ്ടാകുവാൻ ചൊവ്വയുടെ 4-ാം ഭാവസ്ഥിതി മൂലം കാരണമാകും. 11 മുതൽ ചൊവ്വ 5-ാം ഭാവത്തിലേക്ക് മാറും. 5-ാം ഭാവത്തിലേക്ക് എന്ന ചൊവ്വയുടെ ചാരഫലവും അനുകൂലമല്ല. ശത്രുഭയം, രോഗഭയം, സന്താനങ്ങൾ മൂലമുള്ള ദുഃഖം ഇതൊക്കെ 5-ാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വയുടെ ചാരഫലമാണ്. അതായത് ചൊവ്വ ഈ മാസത്തിൽ ഈ കൂറുകാർക്ക് അനുകൂല ഫലമല്ല നൽകുന്നത്. ശത്രുക്കളെ കൊണ്ടും രോഗങ്ങളെ കൊണ്ടുമുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. സന്താനങ്ങളുടെ കാര്യത്തിൽ മനസ്സിന് സമാധാനം തരുന്ന അനുഭവങ്ങളൊന്നും ഈ കൂറുകാർക്ക് ഈ മാസത്തിൽ വന്നു ചേരുവാൻ സാധ്യതയില്ല. സൂര്യനെ കൊണ്ടും ചൊവ്വയെ കൊണ്ടുമുള്ള അനിഷ്ടഫലങ്ങളൊക്കെ ഇല്ലാതാക്കുന്നതിന് മഹാദേവന് ധാര കഴിച്ച് പ്രാർത്ഥിക്കുന്നത് ഉത്തമമാണ്. അതുപോലെ ഭദ്രകാളിക്ക് പ്രീതികരമായ വഴിപാടുകൾ കഴിച്ച് പ്രാർത്ഥിക്കുന്നതും ചൊവ്വയെ കൊണ്ടുള്ള ദോഷഫലങ്ങൾ ഇല്ലാതാക്കുവാൻ സഹായിക്കും. അടുത്തത് ബുധന്റെ ഫലമാണ്. ബുധൻ 15-ാം തീയതി വരെ ഇവർക്ക് 5-ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. 5-ാം ഭാവത്തിലെ ബുധന്റെ സ്ഥിതി അനുകൂല ഫലങ്ങളല്ല നൽകുന്നത്. പ്രത്യേകിച്ച് കുടുംബത്തിൽ കലഹങ്ങൾ ഉണ്ടാകുവാൻ 5-ാം ഭാവത്തിലെ ബുധന്റെ സ്ഥിതി കാരണമാകും. ഭാര്യയും സന്താനങ്ങളും ഒക്കെ ആയിട്ട് നിരന്തരം അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുവാനും അതിന്റെ പേരിൽ കലഹങ്ങൾ ഉണ്ടാകുവാനും ഒക്കെ സാധ്യതയുള്ളതുകൊണ്ട് എപ്പോഴും കുടുംബാന്തരീക്ഷം താറുമാറാകാതിരിക്കുന്നതിന് ശ്രദ്ധിക്കണം. മറ്റുള്ളവരുമായിട്ട് സംസാരിക്കുന്നത് ഒരു മിതത്വം പാലിക്കുന്നതും സംസാരത്തിൽ ജാഗ്രത പാലിക്കുന്നതും ഉത്തമമായിരിക്കും. അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ടും കലഹം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. പൊതുവെ കലഹവാസനയാണ് 5-ാം ഭാവത്തിലെ ബുധൻ നൽകുന്ന ചാരഫലം. അതുകൊണ്ട് എല്ലായ്പ്പോഴും സംസാരത്തിലും പ്രവൃത്തിയിലും ഒക്കെ ജാഗ്രതയും അതുപോലെ ശ്രദ്ധയും കൊടുക്കുന്നത് നല്ലതാണ്. എന്നാൽ 15-ന് ശേഷം 6-ാം ഭാവത്തിലേക്ക് മാറുന്ന ബുധൻ തികച്ചും അനുകൂല ഫലമാണ് നൽകുന്നത്. എല്ലാ കാര്യങ്ങളിലും വിജയം നൽകും. അതുപോലെ സൗഭാഗ്യസിദ്ധി ഒക്കെ 6-ാം ഭാവത്തിലെ ബുധന്റെ ചാരഫലമാണ്. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിക്കുവാൻ ഇവരെ കൊണ്ട് കഴിയും. അതുപോലെ ധാരാളം ഭാഗ്യാനുഭവങ്ങൾ ഇവർക്ക് വന്നു ചേരും. രോഗദുരിതങ്ങളിൽ നിന്നും ശത്രുക്കളിൽ നിന്നും ഒക്കെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഒരു പരിധിവരെ കുറയ്ക്കുവാൻ ബുധന്റെ 6-ാം ഭാവസ്ഥിതി ഈ കൂറുകാരെ സഹായിക്കും. വ്യാഴം സ്ഥിതി ചെയ്യുന്നത് 7-ാം ഭാവത്തിലാണ്. 7-ാം ഭാവത്തിലെ വ്യാഴത്തിന്റെ സ്ഥിതിയാണ് ഈ കൂറുകാരെ സംബന്ധിച്ച് ഈ മാസത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം. ബുദ്ധിക്കും വാക്കിനും ഒക്കെ നിപുണത ഉണ്ടാകും. വളരെ ആലോചിച്ച് അവസരത്തിനൊത്ത രീതിയിൽ പ്രവർത്തിക്കുവാനും അതുപോലെ സംസാരിക്കുവാനും ഒക്കെ ഇവരെ കൊണ്ട്
ഈ വ്യാഴത്തിന്റെ സ്ഥിതി സഹായിക്കും. മറ്റുള്ളവരെ ആകർഷിക്കുന്ന രീതിയിൽ, മറ്റുള്ളവർക്ക് വെറുപ്പ് ഉണ്ടാകാത്ത രീതിയിൽ സംസാരിച്ച് അവരെ പ്രീതിപ്പെടുത്തുവാനും അവരിൽ നിന്നും കൂടുതൽ കാര്യങ്ങളൊക്കെ നേടുവാനും ഈ കൂറുകാരെ കൊണ്ട് കഴിയും. അതുപോലെ കുശാഗ്ര ബുദ്ധി പ്രയോഗിച്ച് കർമ്മരംഗത്ത് കൂടുതൽ നേട്ടം ഉണ്ടാക്കുവാൻ ഇവരെ കൊണ്ട് കഴിയുന്നതാണ്. എല്ലാ കാര്യങ്ങളിലും ഒരു വിജയം ഇവർക്ക് കണ്ടെത്താൻ കഴിയും. ആഗ്രഹിക്കുന്ന ഏത് കാര്യവും സാധിച്ചെടുക്കുവാനും അത് പൂർണ്ണമായി വിജയിപ്പിക്കുവാനും ഇവരെ കൊണ്ട് കഴിയും. അതുപോലെ തന്നെ ഒരു സ്ഥാനപ്രാപ്തിയും വ്യാഴത്തിന്റെ 7-ാം ഭാവസ്ഥിതി മൂലം ഇവർക്ക് വന്നു ചേരും. ഇപ്പോഴത്തെ നിലയിൽ നിന്നും ഒരു ഉയർന്ന നിലയിലേക്ക് മാറുവാനുള്ള അവസരം ലഭിക്കും. പ്രത്യേകിച്ചും കർമ്മരംഗത്ത് വലിയ പുരോഗതി ഇവർക്ക് അനുഭവപ്പെടും. ഇപ്പോൾ ചെയ്യുന്ന തൊഴിലിൽ നിന്നും മാറി മെച്ചപ്പെട്ട ഒരു തൊഴിൽ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അനുകൂല സമയമാണ്. സാമ്പത്തികമായ നേട്ടവും ഇവർക്ക് 7-ാം ഭാവത്തിലെ വ്യാഴത്തിന്റെ സ്ഥിതി മൂലം അനുഭവപ്പെടും. പല രീതിയിൽ ഇവർക്ക് ധനലാഭം വന്നു ചേരും. മറ്റ് ഗ്രഹങ്ങളെ കൊണ്ട് അനുഭവപ്പെടുന്ന ദോഷങ്ങളൊക്കെ ഒരു പരിധിവരെ ഇല്ലാതാക്കുവാൻ വ്യാഴത്തിന്റെ 7-ാം ഭാവത്തിലെ സ്ഥിതി സഹായിക്കും. ദാമ്പത്യ രംഗത്തും അതുപോലെ സന്താനപരമായിട്ടും ഒക്കെ വലിയ ഗുണഫലങ്ങൾ ഇവർക്ക് അനുഭവപ്പെടും. 14-ാം തീയതി വരെ ശുക്രൻ ഈ കൂറുകാർക്ക് സ്ഥിതി ചെയ്യുന്നത് 6-ാം ഭാവത്തിലാണ്. 6-ാം ഭാവത്തിലെ ശുക്രനും അതിനുശേഷം 7-ാം ഭാവത്തിലേക്ക് മാറുന്ന ശുക്രനും ഇവർക്ക് അനുകൂല ഫലങ്ങളല്ല നൽകുന്നത്. ശത്രുഭയവും രോഗഭയവും ഒക്കെ 6-ാം ഭാവത്തിലെ ശുക്രന്റെ സ്ഥിതി മൂലം ഉണ്ടാകുന്നതാണ്. അതുപോലെ പലപ്പോഴും തങ്ങൾ ഏറ്റെടുക്കുന്ന പ്രവൃത്തികൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ പൂർത്തീകരിക്കുന്നതിന് തടസ്സങ്ങൾ വരാനും സാധ്യതയുണ്ട്. സ്ത്രീകൾ നിമിത്തം ദുഃഖ ദുരിതങ്ങൾ ഉണ്ടാകുവാൻ 7-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ശുക്രൻ കാരണമാകും. അതുകൊണ്ട് സ്ത്രീകളുമായി ഇടപഴകുമ്പോൾ അല്ലെങ്കിൽ സ്ത്രീ സംബന്ധമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അതിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. തൊഴിൽ രംഗത്തും മറ്റും സ്ത്രീകളുമായി ഇടപഴകുമ്പോൾ തങ്ങൾക്ക് ദോഷമുണ്ടാകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ചെറിയ ചെറിയ അശ്രദ്ധകൾ ഒരുപക്ഷെ വലിയ വലിയ ബുദ്ധിമുട്ടുകൾക്കും അതുപോലെ അപമാനത്തിനും ഒക്കെ കാരണമായേക്കാം. ശനി ഈ കൂറുകാർക്ക് 4-ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. 4-ാം ഭാവത്തിലെ ശനിയുടെ ചാരഫലം ഇവർക്ക് അനുകൂലമല്ല. അന്യദേശ ഗമനത്തിനും അതുപോലെ കുടുംബത്തില് ഭാര്യയുമായിട്ട് ഒരു വേർപാടിനുമൊക്കെ ഈ 4-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ശനി കാരണമാകും. കുടുംബത്തിൽ നിന്നും വേർപെട്ട് അന്യ സ്ഥലത്ത് പോയി താമസിക്കാനും ഒരുപക്ഷെ ഇടവന്നേക്കാം. അതുപോലെ സർവരോടും ഒരു വിരോധം ഉണ്ടാകുവാനുള്ള സാഹചര്യവും വന്നു ഭവിക്കാൻ സാധ്യതയുണ്ട്. കലഹ വാസന ഉള്ളവര് പ്രത്യേകം ശ്രദ്ധിക്കണം. കുടുംബത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതെ എപ്പോഴും നല്ല നിലയ്ക്ക് മുന്നോട്ട് പോകുന്നതിനുള്ള ശ്രമം ബോധപൂർവം നടത്തേണ്ടതാണ്. സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ നഷ്ടങ്ങൾ ഉണ്ടാകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. പുതിയ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാനോ നിലവിലുള്ള തൊഴിൽ മേഖല വിപുലീകരിക്കുവാനോ ഇപ്പോൾ ശ്രമിക്കുന്നത് ബുദ്ധിപരമല്ല. ഇപ്പോൾ ഉള്ള നിലയിൽ ഈ മാസം കൂടി മുന്നോട്ട് പോകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കൂടുതൽ സാമ്പത്തിക ബാധ്യത ഉണ്ടാകുന്ന പുതിയ പുതിയ സംരംഭങ്ങൾ ഒന്നും തന്നെ ഇപ്പോൾ ആരംഭിക്കേണ്ടതില്ല. സാമ്പത്തിക ബാധ്യത കൂടുതലുള്ള പുതിയ പുതിയ സംരംഭങ്ങൾ ഒന്നും തന്നെ ഇപ്പോൾ ആരംഭിക്കുന്നത് ഒഴിവാക്കണം. മറ്റുള്ളവരുമായിട്ട് ധനപരമായ ഇടപാടുകൾ നടത്തുമ്പോൾ അനുഭവജ്ഞാനമുള്ളവരുടെ ഉപദേശങ്ങൾ സ്വീകരിച്ചതിന് ശേഷം മാത്രമേ ചെയ്യാവൂ. അല്ലെങ്കിൽ സാമ്പത്തിക നഷ്ടം വരുവാൻ സാധ്യതയുണ്ട്. അതുപോലെ മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് അതിൽ ആകൃഷ്ടരായി ധനപരമായിട്ട് നിക്ഷേപങ്ങൾ നടത്തുവാനോ അല്ലെങ്കിൽ ധനപരമായ ഏർപ്പാടുകൾ ചെയ്യുവാനോ മുതിരരുത്. 3-ാം ഭാവത്തിൽ നിൽക്കുന്ന രാഹു ഈ കൂറുകാർക്ക് അനുകൂലമാണ്. രോഗദുരിതങ്ങളെയൊക്കെ അതിജീവിച്ച് മെച്ചപ്പെട്ട ആരോഗ്യത്തോടെ കഴിയുന്നതിനുള്ള ഒരു അവസ്ഥ ഈ 3-ാം ഭാവത്തിലെ രാഹു ഈ കൂറുകാർക്ക് നൽകും. അതുപോലെ തന്നെ അഭീഷ്ട കാര്യങ്ങളൊക്കെ സാധിച്ചെടുക്കുവാൻ ഇവരെ കൊണ്ട് കഴിയുന്നതാണ്. വളരെക്കാലമായി ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ഇവർക്ക് ഈ മാസത്തിൽ സാധിച്ചെടുക്കുവാൻ കഴിയും. ധനധാന്യങ്ങളുടെ നേട്ടവും 3-ാം ഭാവത്തിലെ രാഹു നൽകുന്ന അനുകൂല ഫലങ്ങളാണ്. ഇപ്പോൾ ഉള്ള അവസ്ഥയിൽ തന്നെ കൂടുതൽ ധനനേട്ടം ഉണ്ടാക്കുവാൻ ഈ കൂറുകാർക്ക് സാധിക്കും. 9-ാം ഭാവത്തിൽ നിൽക്കുന്ന കേതു ഇവർക്ക് അനുകൂലമല്ല. പല രംഗത്തും അപ്രതീക്ഷിതമായ പരാജയങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അതുപോലെ ചില രോഗലക്ഷണങ്ങളൊക്കെ വരുവാനും സാധ്യതയുണ്ട്. 9-ാം ഭാവത്തിൽ നിൽക്കുന്ന കേതു സാമ്പത്തിക നഷ്ടം വരുത്തും എന്നതിനാൽ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ തികഞ്ഞ ജാഗ്രത പുലർത്തേണ്ടതാണ്. ബുധന്റെ 5-ാം ഭാവസ്ഥിതിയിലെ ദോഷങ്ങൾ ഇല്ലാതാക്കുന്നതിന് അവതാര വിഷ്ണുവിന് പുഷ്പാഞ്ജലി കഴിച്ച് പ്രാർത്ഥിക്കുന്നത് സഹായകമാണ്. അതുപോലെ ശുക്രന്റെ അനിഷ്ടഭാവസ്ഥിതി മൂലം ഉണ്ടാകുന്ന ദോഷദുരിതങ്ങൾ ഇല്ലാതാക്കുവാൻ ദുർഗാപൂജ നടത്തി പ്രാർത്ഥിക്കുന്നത് ഉത്തമമാണ്. ശനിയുടെ അനിഷ്ടഭാവസ്ഥിതി മൂലമുള്ള ദോഷങ്ങൾ ഇല്ലാതാക്കുവാൻ ശനീശ്വര പ്രീതികരമായ മന്ത്രങ്ങൾ ജപിക്കുന്നതും
അതുപോലെ ശാസ്താവിന് നീരാഞ്ജനം കഴിക്കുന്നതും ഉത്തമമാണ്. കേതുവിൻ്റെ ദോഷങ്ങൾ ഇല്ലാതാക്കുവാൻ ഗണപതി ഹോമം കഴിച്ച് പ്രാർത്ഥിക്കുന്നത് സഹായകമാണ്. ഈ കുറുകാർക്ക് പല ഗ്രഹങ്ങളും അനിഷ്ടസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നതെങ്കിലും വ്യാഴത്തിൻ്റെയും അതുപോലെ തന്നെ രാഹുവിൻ്റെയും ഒക്കെ ഇഷ്ടഭാവസ്ഥിതി ഇവരെ കൂടുതൽ നന്മ അനുഭവത്തിൽ വരുത്തുന്നതിന് സഹായിക്കും. ഈശ്വര പ്രാർത്ഥനയും വഴിപാടുകളും നടത്തി മുന്നോട്ട് പോയാൽ ഈ കൂറുകാർക്ക് മെയ് മാസത്തിൽ കൂടുതൽ നല്ല ഫലങ്ങൾ അനുഭവത്തിൽ വരുന്നതാണ്. ഈശ്വര പ്രാർത്ഥനയും വഴിപാടുകളുമായി മുന്നോട്ട് പോകുന്ന പക്ഷം ഈ കൂറുകാർക്ക് മെയ് മാസത്തിൽ കൂടുതൽ ശുഭഫലങ്ങൾ അനുഭവിക്കാൻ ഇടവരും. എല്ലാവിധ സൗഭാഗ്യങ്ങളും ഈ കൂറുകാർക്ക് മെയ് മാസത്തിൽ അനുഭവിക്കാൻ ഇടവരട്ടെ എന്ന് മഹാദേവനോട് പ്രാർത്ഥിക്കുന്നു. ശംഭോ മഹാദേവ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓൺലൈൻ കൺസൾട്ടേഷനായി എൻ്റെ വാട്സാപ്പ് നമ്പറുമായി ബന്ധപ്പെടുക. നന്ദി, നമസ്കാരം.